എങ്ങനെയുണ്ട്? വെരി ടേസ്റ്റി. സൂപ്പർ സൂപ്പർ. ആണോ? അന്നയുടെ ലോകം തെങ്ങിൻ്റെ മേളിലാണ്. അതുകൊണ്ട് ഇന്ന് ആർക്കും പോകണ്ട കേട്ടോ. നമ്മളില്ലേ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ പോണേ. ഇച്ചിരി കടുങ്കൈയാണ്. പണ്ടേ അമ്മയൊക്കെ ഉള്ളപ്പം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പലഹാരമാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരണേ. എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശി. ഞാൻ പറഞ്ഞിട്ട് ചൊട്ട, ഇത് ചൊട്ടയെന്നാണ് നമ്മുടെ ഇവിടെ പറയണേ കേട്ടോ. പൂക്കല. ഇതേ നമുക്കിതുവരെ തേങ്ങ ഉണ്ടാകാത്ത തേങ്ങ ആദ്യമായിട്ട് ഉണ്ടാകണയാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇത് ഇപ്പം നമ്മൾ എടുക്കണേ. ഇതൊന്നും തേങ്ങ ആവാൻ സാധ്യതയില്ലാത്ത വിലയാണേ. അത് വളച്ചു കുടിച്ചു എന്തായാലും എടുക്കുമല്ലേ. അയ്യോ ഒടിയാൻ പാടാ. ശ്രീ ഈ സാധനത്തേന്നല്ലേ കള്ള് എത്തണേ? പൂക്കളത്തിന്റെ അറ്റം മുറിച്ചിട്ടേ അവിടെ ഇങ്ങനെ ഒരു വള്ളി ഇതെടുത്ത് കെട്ടി, ഓലയുടെ ഇതെടുത്ത് കെട്ടും. കെട്ടിക്കഴിഞ്ഞിട്ട് ചെളിയുണ്ട്, ചെളി അത് അതിൽ തേക്കും. എന്നിട്ട് ഒരെണ്ണം കൂടി എടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമുക്കിത് ചെത്തി വെച്ചാൽ കള്ളുണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് അനുമതിയില്ല ചെയ്യാനായിട്ട്. വീടുകളിൽ ചെത്താൻ പറ്റത്തില്ല, അബ്കാരി നിയമത്തിൽ പെട്ടതാണ്. ആണോ? ഇതാണോ കുഞ്ഞത്? അതാണോ കുഞ്ഞത്? അതാ ഇതല്ലേ? അതാ. ചെത്തട്ടെ? കൈ സൂക്ഷിക്കണം. ഇത് പിടിച്ചോ. ചെത്തുവാണേ. പെൺകുട്ടോ എവിടെയാ? വെള്ളത്തിൽ ചാടി. കണ്ടോ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങൾ എടുക്കാം. അയ്യോ, അന്നൊന്നും അമ്മ ഉണ്ടാക്കി തന്നാൽ ഒന്നും കഴിക്കത്തില്ല. ശ്രീ ഓർക്കണുണ്ടോ? ഞാൻ പാറക്കുട്ടീനെ ഡെലിവറി കഴിഞ്ഞിട്ടിരുന്നപ്പോൾ ഇല്ലേ അമ്മ മറ്റേ ഉലുവ വെച്ചിട്ട് എനിക്കൊരു പായസം പോലത്തെ സാധനം ഉണ്ടാക്കി എന്നിട്ടുണ്ടല്ലോ. ഞാൻ എന്നിട്ടത് കഴിച്ചില്ല ശ്രീ. എല്ലാം കഴിഞ്ഞ് കുറേ നാൾക്ക് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അത് അതുപോലെ ഇരിക്കണം കണ്ട് ചുമ്മാ എടുത്ത് കഴിച്ചപ്പോൾ ഇല്ലേ നമ്മുടെ അമ്പലത്തിൽ അരവണ പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റായിരുന്നു. നഷ്ടബോധമായിരുന്നു. എന്നിട്ട് പ്രസവ രക്ഷപ്പെട്ടല്ലേ? ഞാനാണ് ഒരു രക്ഷ. ഞാനാണ് ഡെലിവറി കഴിഞ്ഞ് ഓടിച്ചാടി നടപ്പായിരുന്നേ. ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും പറയും നടക്കണമെന്ന്. അപ്പോഴാണെങ്കിൽ നമുക്ക് കിടക്കാനാട്ടോ തോന്നണേ. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും കിടക്കുന്നു പറയും. അപ്പം നമുക്ക് നടക്കാനാണ് തോന്നണം. ഇതേ പിമ്പു വെള്ളത്തിൽ ചാടി. ഞാൻ പോവാ. എത്ര കരിമീനാ കണ്ടോ? കുറെ കരിമീനുണ്ട്. ഒരു കരിമീൻ, അത് ചെറുതാ. 2 കരിമീൻ. കണ്ടാ ശ്രീ? കാണുന്നില്ലേ? ഇതേ ശ്രുതി കൊളത്തോള പോലെ പോണ്ടോ പായലിന്റെ അവിടെ കുറെ പരല് നിക്കണം. കണ്ടോ? കണ്ടാ ശ്രീ? ഇതെല്ലാം പിഞ്ചാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാനിത് ഉണ്ടാക്കണതേ നമ്മുടെ പാറക്കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. പാറക്കുട്ടിക്ക് കൊടുക്കാൻ സ്പെഷ്യൽ സ്നേഹം. കണ്ടോ? ഇത് കണ്ടോ? അതെ ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ ഭയങ്കര രസമാവും, ഇഷ്ടമാവും. എനിക്കിഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും. വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണം. നല്ല രസമാണ്. ഒഴിക്കുമ്പോൾ തന്നെ പിഞ്ചായത് കൊണ്ട് ഒടിഞ്ഞു പോരും. ഇങ്ങനെ ഒടിച്ചെടുക്കണം. ഒടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതിങ്ങനെ കണ്ടോ? ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുക്കണം. പണ്ട് നമ്മുടെ അവിടെയൊക്കെ ഇല്ലേ പാടമുണ്ട് കേട്ടോ, എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ. അപ്പം ഉണ്ടല്ലോ താറാവ് വളർത്തുകാരുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അവരിത് ഇതുപോലത്തെ ഒരു കുഞ്ഞൻ വള്ളത്തേലാണ് കേട്ടോ. അവരെങ്ങനെ അത് മുങ്ങാണ്ട് കൊണ്ടു നടക്കുന്ന ഞാൻ എപ്പോഴും ഓർക്കും. എന്നിട്ട് ഇതിലിങ്ങനെ നിന്നിട്ട് ഒരു എൻ്റെ പേര് മുള അത് വെച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞങ്ങ് പോകും. വള്ളം മുഖത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എപ്പം വീണമെന്ന് ചോദിച്ചാൽ മതി. അവരതൊരു ബാലൻസിങ്ങാണ്. അപ്പം അതൊന്നും കാണാനില്ല. അപ്പം നമ്മുടെ പൂക്കളിൽ ഞാനപ്പോൾ വിചാരിച്ചേ ഇത് വെച്ചിട്ട് 2 സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 പൂക്കളില്ലേ. പക്ഷേ ഒരെണ്ണം ഇത് കണ്ടോ, ഇത് കറക്റ്റ് പാകത്തിൽ കിട്ടി, പിഞ്ച. മറ്റേത് ഇച്ചിരി മൂത്തത് കൊണ്ടിട്ട് എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കാരണം പാറക്കുട്ടി സ്പെഷ്യൽ നമ്മുടെ പാറക്കുട്ടി വന്നിട്ടുണ്ട്. പാറക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇന്ന് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. പാറക്കുട്ടി കഴിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത്. മണമൊന്നുമില്ല.
ഇത് കേട്ടോ നല്ല കിക്കിളി കിക്കിളി പിഞ്ചു. ഒരു പിഞ്ചപ്പൻ നല്ല രസമുണ്ട്. പുന്നാരിക്കാൻ തോന്നണം പിഞ്ചി. എന്നാ സോഫ്റ്റ് അശ്രീ. അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂക്കലയാണുള്ളത്. ഇത് നല്ല ഒടിച്ചാൽ ഒടിയണ പാകത്തിനുള്ള പൂക്കല വേണം കേട്ടോ, മൂത്ത് പോവരുതേ. പിന്നെ നമ്മുടെ ശർക്കര, ഇത് നമ്മൾ മറയൂർ പോയപ്പോൾ പണ്ട് വാങ്ങിയിട്ടുള്ള ആ ശർക്കരയാണ്. മറ്റേ വീഡിയോയിലുണ്ട് കേട്ടോ, നമ്മുടെ മൂന്നാർ വീഡിയോയിലെ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ, നല്ല മയത്തിൽ അരയണേ. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരിതരിപ്പുണ്ടാവും കേട്ടോ. നമ്മൾ അരച്ചത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലെ. നമ്മളിതിനെ കുറുക്കി കുറുക്കി എടുക്കണം. ഇവൻ കുഞ്ഞിലേ തൊട്ടുണ്ടല്ലോ എൻ്റെ വാലാണ്. മറ്റേ ബോബൻ്റെ മോളിക്കകത്ത് ബോബൻ്റെ മോളിൻ്റെ കൂടെ ഒരു പട്ടിക്കുഞ്ഞ് അടക്കിയില്ലേ, അതുപോലെ കേട്ടോ നമ്മുടെ പിനോ. ഞാൻ എവിടെ പോയോ പിനോ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റോ പിനോ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും കേട്ടോ. ഇവർ കുഞ്ഞിലേക്കാ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ബഹളം. കട്ടിയായി കട്ടിയായി വരണുണ്ട് കേട്ടോ. ഇച്ചിരി ഫ്ലെയിം കുറച്ച് വെക്കാം. നമ്മളെ ഇത് കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല മണമൊക്കെ വരണുണ്ട്. പായസത്തിൻ്റെ മണമില്ലേ, എനിക്ക് അതാ കേട്ടോ ഫീൽ ചെയ്യണേ. ആറുകുട്ടിക്കാണ് അങ്ങനെ പായസത്തിന് മണമുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചൂടാ. സൂപ്പറാ. എങ്ങനെയുണ്ട്? വെരി ടേസ്റ്റി. അമ്മയൊക്കെ ഉണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായേ. നല്ലതാണ്. പണ്ടൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്ന പോലെ അത്രയും തന്നെ ഇല്ലെങ്കിലും അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. ആണോ? ആ മണോ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? അല്ല അല്ലേ? നല്ലതാണ്. എങ്ങനെയുണ്ട്? ആണോ? പായസത്തിന്റെ ടേസ്റ്റ് ആണോ? സ്ത്രീക്ക് എന്നാ ഫീൽ ചെയ്യണേ? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന്? മിമ്മുന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോടി ഇതൊക്കെ നല്ലയാണോ? വേണ്ടേ? ഇഷ്ടപ്പെട്ടില്ലേ? കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കുഞ്ഞു കഴിച്ചോ. ചൂടുണ്ടോ? അയ്യോ ചൂടുണ്ട്. ബാ അമ്മ ചാറ്റിത്തരാം. ബാ ആറ്റിത്തരാം. കഴിച്ചോ. ഇനി ഇത് അമ്മച്ചി ആക്കായിട്ട് തരുന്നു. നമുക്കില്ലേ ശിവരാജൻ ചേട്ടന് കൊണ്ട് ഇച്ചിരി കുറുക്ക് കൊടുക്കാൻ പോവേ. ശിവരാജൻ ചേട്ടനായിരുന്നല്ലോ നമുക്ക് ആദ്യം പൂക്കല തന്നത്. അപ്പോൾ ശിവരാജൻ ചേട്ടന് കൊടുക്കാം. ബാ നമുക്ക് ചിരുവിൻ്റെ വീട്ടിൽ പോവാം. ശിരുവിന് ആള് മുന്നേ ഓടി. ശിരുവിൻ്റെ വീട്ടിൽ ചേട്ടാ നമ്മുടെ പൂക്കല കുറുക്ക്. അത് ഞാൻ കുറുക്കുണ്ടാക്കി. ചേട്ടൻ്റെ വേപ്പ് ഇല്ലിമച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വീട്ടിൽ വേപ്പില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിട്ടാണ് വേപ്പിലേക്ക് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ വേപ്പ് വലുതായി, നമ്മുടെ വീട്ടിൽ കുറേ വേപ്പുമായി. അങ്ങനെയാണ് കറിവേപ്പില. ആണോ? കിടിലേ. സൂപ്പർ സൂപ്പർ. ഇനി അടുത്ത അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഓക്കെ ടാറ്റാ. ടാറ്റാ ബൈ ബൈ. നമുക്ക് സിമിക്കും കൊണ്ട് കൊടുത്തു നോക്കാം. സിമിക്ക് ഇത് എന്നാന്ന് പറയാൻ പറ്റുമോന്ന്. ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കിയതാണേ. കഴിച്ചു. ഇറച്ചിക്കറി അല്ല. അല്ല ഇല്ല. പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ടോ? എന്താ സംഭവം എന്നുള്ള എനിക്ക് പിടികിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് കഴിച്ചിട്ടുള്ള സാധനം അല്ല. കുഞ്ഞില് കഴിച്ചിട്ടുള്ള കുറുക്ക് കഴിക്കും. അത് എന്നാ സംഭവം നോക്കട്ടെ. കായാണോ? അല്ല. പിന്നെ ഇതെന്നാ സംഭവം തന്നെ പറയുന്നത്. എന്നാ സംഭവത്തിന് കൊടുത്തില്ല. അറിയാൻ പറ്റല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കിയില്ലേ. സാധനം എങ്ങനെയുണ്ട്? സാധനം കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോ?
ഇതെന്നെ സാധനമൊന്നും ഇവിടെ എടുത്താലല്ലോ. അതിന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു. തെങ്ങിൻ പൂക്കള. ആ അതെ. നമ്മുടെ ഡെലീഷ്യസ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും ഒത്തിരി നെസ്റ്റും ഒക്കെ അയവിറക്കി. അപ്പം എല്ലാവർക്കും കൊടുത്ത സ്നേഹത്തോടെ ബന്ധങ്ങളെല്ലാം പുതുക്കി. ഇതൊക്കെയാണ് കേട്ടോ അന്നയുടെ ലോകത്തെ കൊച്ചു കൊച്ചു വലിയ വലിയ സന്തോഷങ്ങൾ. പറ്റാറ്റ ബൊബൈയൊക്കെ സി യു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ, മറക്കല്ലേ.